ടിജിയിലെ ആൾക്കാർ നമ്മുടെ ടീമിനെ വെയിറ്റ് ചെയ്താണ് അവർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വീഡിയോ മഴയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ മനസ്സ് പറയുന്നു ഇവിടെ 2-3 വീഡിയോ എങ്കിലും നമുക്ക് ഈ ഒരു വാറിൽ കാണാൻ സാധിക്കും. ഈ വാറ് ഹോൾഡായി കുറച്ചു നേരം നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും കുറെ നമുക്ക് ഈ ഹൈപ്പുള്ള വാറുകൾ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും കുറെ ഡിലേകൾ വരാറുണ്ട് ഇടയ്ക്ക്. അതാ നമ്മളെ ആൾക്കാർ അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഭയങ്കര സ്റ്റീവൻ ഗ്രാൻഡ് ആരോ കുത്തി. അത് വേറെയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോ എവിടെ ഇപ്പൊ ഒരു ഫൈറ്റ് എവിടെ പൊട്ടും എവിടെ പൊട്ടും എന്നാണ് ഇങ്ങനെ നോക്കുന്നത്. അവിടെ ടിജെ അതാ മലയുടെ ഒക്കത്തോട്ട് കയറാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോ. ഒരു കുത്താനുള്ള ഒരു ഇതാണ് ഒരു അഗ്രസീവ് പുഷ്. അവിടെ ഒരു വണ്ടി പറന്നു പോയി നമ്മുടെ വാസവണ്ണന്റെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. മലയിലോട്ട് ആരാദ്യം മല കയറും എന്നുള്ള മത്സരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഷഫിൾ ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ടിജെ ലൂസിന്റെ വണ്ടി അത് കരിച്ചു കളയുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചോ? ഇല്ല മരിച്ചില്ല സുഹൃത്തുക്കളെ. സ്വന്തമായിട്ട് വീഡിയോ ആയിട്ടുണ്ട്. വീഡിയോ വന്നിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഇതൊരു ഹോൾഡിലോട്ട് പോകുമോ അല്ലയോ ഇല്ലയോ എന്താണെന്ന് അറിയാൻ പാടില്ല. ഓ മൈ ഗോഡ്, എടുത്തിട്ടുണ്ട്. ടിവിയുടെ ഒരു മാരക പുഷാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ടിജിനെ വടവും തിരിയാതെ പണ്ടുകയാണ്. എനിക്ക് തോന്നുന്നു ടിവിയിലെ ആരും ഉണ്ടാവണമെന്ന് ഞാൻ കണ്ടില്ല. വളഞ്ഞ് ഓടിച്ചാടി ഓട്ടിച്ചിട്ട് പണ്ടുകയാണ്. ഇന്നലത്തെ പ്രീ വാറിന്റെ സന്തോഷത്തിൽ ഇരുന്ന ടിജെനെ ഒരു നിമിഷ നേരം കൊണ്ട് ടിജെ ജോസുകുട്ടി ഇപ്പോഴും ടിജെയിൽ അത്യുഗ്രഹമായ പ്രകടനം കാഴ്ചവെച്ച് ടിജെ ജോസുകുട്ടി അതാ പോവുകയാണ്. മാറി പണ്ണു. ഹോൾഡ് ഇട്ട് കൊടുത്തോളൂ. ടീമിന് ശ്വാസപ്പെടാൻ കുറച്ച് സമയം കൊടുക്കൂ എന്നാണ് ഇവർ ചോദിക്കുന്നത്. പ്ലീസ് ഹോൾഡ് ദ ടീം. ടിവിന്റെ ഒരു പണ്ണലാണ് നമ്മളിപ്പോ അവിടെ കണ്ടത്. പണ്ണി വിടുന്നതാണ് നമ്മളിപ്പോ അവിടെ കണ്ടത്. നമുക്ക് ഒന്നുകൂടി അത് റീവൈൻഡ് ചെയ്ത് കാണാം. ആ തീക്ഷ്ണമായ നമുക്ക് ഒന്നുകൂടി നീരന്റെ POV ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് എന്താ സംഭവിച്ച അവിടെ. ഞാൻ കുത്തി ബാബാ. ടയർ പൊട്ടിച്ച ബാബാ. ടയർ പൊട്ടിച്ച് കേറിക്കോ. ആടാ കുത്തിക്കോ ചേട്ടാ കേറി വണ്ടി ചേട്ടാ ഒരു വിഷയം എല്ലാ വണ്ടി അവിടെ കുത്തി എന്നുള്ളതാണ് അതിശയം. സ്റ്റീവിന്റെ മേൽ കേറുന്നത് മുകളിൽ കേറ്റം ഓൾറെഡി മേലുണ്ട്. അടിച്ചുറക്കടാ. ഇത് അവൻ എന്തുവാ കീപ്പ് ഓൺ കറങ്ങ്. ഞാൻ നിങ്ങൾക്ക് ഇത് തരാം. കറങ്ങിക്കോ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം. കറങ്ങിക്കോ നിങ്ങൾ കറങ്ങും. ഒരൊറ്റ കറങ്ങ് ബിലീവ് കോലി. ഒറ്റ കറങ്ങും കൂടെ കറങ്ങും. അത്ര എല്ലാം ഒരുമിച്ച്
വേണമെങ്കിൽ ഇവന്മാരുടെ OP കാറൊന്നും എടുക്കാൻ കേട്ടാ നമുക്ക് വേണമെങ്കിൽ ഇവന്മാരുടെ OP കാറുണ്ട് ആ വണ്ടി ഉണ്ട് ഇവരുടെ ടോയ്ക്കാറുള്ള ഇവന്മാരുടെ OP വണ്ടി ഉണ്ട് അതൊന്നും എടുക്കാം കണ്ടികളുടെ വണ്ടി വേണമെങ്കിൽ ഒന്ന് എടുക്കാവേ ഒരെണ്ണം അവന്റെയൊക്കെ ഹെഡ്ലൈറ്റ് വാറ് കഴിയുമ്പോ ഒരു ഹെഡ്ലൈറ്റ് മടക്കി ആ കൊമ്പന്റെ അണ്ടിക്കകത്തോട് തിരികെ അങ്ങനെ പറയല്ലേ അണ്ണാ അവൻ അണ്ടിയില്ല അണ്ണാ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ പോയി ഡാൻസ് കളിക്കണം ഇവന്മാര് ഇത് കഴിയുമ്പോ പറയുമ്പോ രാമാരടുത്ത് ചോദിച്ചിട്ട് എടുത്തോട്ടെ ഞാൻ ഹെഡ്ലൈറ്റ് ഇപ്പൊ 50 പൈസയുടെ വണ്ടിയാണല്ലോടാ ഇത് 50 രൂപ ഇവര് മേടിച്ചു ഇതിനകത്ത് പോലും ആളില്ല അതിനകത്തൊന്നും ഇല്ല. അത് അവനെ തിരിച്ചു കയറ്റാ കൊമ്പനെ തിരിച്ചു കയറ്റാന്ന് പറഞ്ഞു കൊമ്പനെ അടിച്ചത് കൊമ്പനെ തിരിച്ചു കയറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവന്മാര് എന്തോ പറയാൻ വന്നപ്പോ ഞങ്ങളെ ഡ്രാഗ് ചെയ്തു. അവന്മാര് അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ എന്തോ പറഞ്ഞാൽ വന്നു എനിക്ക് അറിഞ്ഞൂടെ. അണ്ണാ അതിപ്പോ പറയാൻ വന്നത് എന്തോന്ന് അറിയാം അണ്ണാ കൊമ്പൻ ചത്തോണ്ടാണ് നമ്മള് അവര് ഡൗൺ ആയെന്ന് പറയും. കൊമ്പൻ ഡൗൺ ആയതിനു മുമ്പ് അവന്മാരെ 10 പേര് വീണടാ അവിടെ. അത് ഇന്റൻഷൻ അവനെ തിരിച്ചു കയറ്റാന്ന് പറഞ്ഞു കൊമ്പനെ തിരിച്ചു കയറ്റാന്ന് പറഞ്ഞു. അല്ല പക്ഷെ അത് നമ്മുടെ ടോയ്ക്കാർ അടിച്ചപ്പോ ഒരു കുണ്ണക്കാർ തെറിച്ചു പോയി. അതെ ഒരു കല്ല് പോലത്തെ എങ്ങോട്ടോ തെറിച്ചു പോയി അവന്റെ കഞ്ചങ്കാലിന്റെ ഇടക്കോട്ട്. അല്ല ഇവനെയൊക്കെ ഞാൻ ഉണ്ടല്ലോ ഇവനൊക്കെ ഞാൻ അപരാധിക്ക് ഇതൊന്നും കഴിയട്ടെ. ഈ പോലയാടികളെ ഞാൻ ഇന്ന് പണിയിട്ടേ ഞാൻ പോത്തുള്ളൂ ഇവിടുന്ന്. ഒരു സംശയമില്ല. അതൊന്നും ചെയ്യാനോടാ അതൊക്കെ എന്ത് ചെയ്യാൻ. കൊച്ചുവിന്റെ ബോഡിയിൽ എല്ലാരും കാവലിപ്പുണ്ടാട്ടാ. എന്ത് വില കൊടുത്ത് ജയിച്ചു. ഹലോ ബ്രോ ഹലോ ബ്രോ നമുക്കൊരു ഹെൽപ്പ് ഇട്ടില്ലായിരുന്നു സംഭവം വെച്ചാലേ നമ്മള് വീഡിയോ സംസാരിച്ചോണ്ടിരിക്കുക. ഇവിടെ നമ്മളെ ടീം റിബായ് വന്ന് അവരെ വന്ന് ഇടിച്ച് മാക്കാച്ച് കുത്തിട്ട് പോയി. ഓക്കെ അതാ ജസ്റ്റ് ഒരു മിനിറ്റ് ആരെയാ കൊന്നേ? ഹലോ കൊച്ചുകുഞ്ഞിനല്ലേ മാക്കാച്ച് കുത്തിയ ഇവിടെ അളിയ നമ്മൾ ഇതുപോലെ ഹോൾഡ് ഇടുന്നതിന് മുന്നേ ചത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് കരഞ്ഞിട്ടൊന്നുമില്ല. ആ പുള്ളി ഒന്ന് വീസി തരാൻ പറയാമോ? വീസി ഒന്ന് വരാൻ പറയാമോ? കൊച്ചുകുഞ്ഞ് മാത്രം ഒന്ന് വീസി തരാൻ പറയാമോ? ഞാൻ ബ്രോ പറഞ്ഞ കാര്യത്തിന് ഞാൻ വന്ന് പറഞ്ഞു നിങ്ങളുടെ കൊച്ചുകുഞ്ഞ് വീസിലൊന്ന് വരുമോ? ഞാനൊന്ന് കൺഫേം ചെയ്തോട്ടെ. ഓ തിരിച്ച് ഒരാളൊരു എഫ്ആർപി ചെയ്താൽ തിരിച്ച് എഫ്ആർപി ചെയ്യാന്നുള്ളതല്ല വിളിച്ചത്. എന്റെ പൊന്നാളി ഞാനും കണ്ണപ്പി ചത്തിട്ടുണ്ടാ ഹോൾഡ് ഇടുന്നതിന് മുന്നേ നമ്മള് പോയി കരഞ്ഞിട്ടൊന്നുമില്ല. ബ്രോ മാത്രം മതി. ഈഗിൾ ബ്രോ മാത്രം ഇത് ഭ്രാന്തായിട്ട് കണ്ടിരിക്കട്ടോ. ഉള്ള വില കളിയല്ലേ കളിയുന്നത്. ചത്തവരൊക്കെ കൊന്ന ഇവന് എന്ത് ഇതെന്താ പയ്യന്മാര് മൈൻഡ് ഫക്ക് ആയി പോടാ. ബുദ്ധി പോയി. അടിയല്ലേ കിട്ടിയത്. അല്ല അവൻ എന്താ കളിയാ മറ്റേ എന്ത് ഒരു മിനിറ്റ് ഈഗിൾ ബ്രോ അതായത് നമ്മുടെ ഇത് ഹോൾഡ് ഇട്ടില്ലേ ഹോൾഡ് ഇട്ട് കഴിയുമ്പോ ക്വാർട്ടർ റിവ് ആവും ഒരു ടൈമില്. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്ലെയർ എന്നിട്ട് അവിടെ ഡെഡ് ആയി റിവ് ആയ പ്ലെയറിനെ ഇതടിച്ച് കളഞ്ഞൂടായിരുന്ന ഈ ഒരു വാറില് ഒരു മിനിറ്റ് ഈഗിൾ ബ്രോ ഞാൻ മാറ്റി പറഞ്ഞോട്ടെ. കണ്ണൻ അവിടെ കാര്യമായിട്ട് പറഞ്ഞ പുള്ളിക്ക് ഈഗിൾ ബ്രോ അല്ല അളിയ പറയണേ അവന്മാരെ എടുത്തോട്ടെ. പിന്നെ ഊതിയിലെ ബുള്ളറ്റ് അടിച്ച് അവന്മാരെ അവനെ എടുത്തു. ഇത്രേ ഉള്ളൂ ബ്രോ. ആ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറയണേ. മയിൽ കോണം വരുന്നു ഇത് ചന്ദ്രന്റെ നാക്കാണ്. ചന്ദ്ര വാറിന്റെ മുമ്പ് പറഞ്ഞു ഇത് വീഡിയോ ആവും 1 മണിക്കൂർ ഡിലേ ആവും. ചെറിയ കേസിനൊക്കെ ബുദ്ധിമുട്ടി ഗ്യാങ് എന്ന് പറഞ്ഞ നാണല്ലേ ഗ്യാങ് പറഞ്ഞാണ് ചെയ്യാൻ. നീ എടുത്തിടം കുറക്കണം ശിവേ. കുഴപ്പമില്ല അത് പോട്ടെ. അത്
സോറി പറഞ്ഞല്ല നീ പോകുമ്പോ ലൈക്ക് അത് മനസ്സിലായോ നിന്റെ ഒരു അവസരം കൂടെ ഓരോ ആൾക്കാരുടെ ഓമാർ കൊണച്ചാണ കണ്ടില്ല എനിക്കറിയാം എനിക്കോടാ എടാ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യം കാണിക്കാനുണ്ട് എനിക്ക് ഇതിലെ പകുതി ആൾക്കാർ എനിക്ക് പരിചയം പോലും ഇവന്മാർക്ക് എന്തൊക്കെയാ തോന്നുന്നത് എന്റെ പറഞ്ഞത് ബോഡി യോമാര് കമ്പയർ ചെയ്യുന്നേടാ ഏതോ 5 മാത്രം കളിച്ച് വരുന്ന പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്യുന്നടാ മനസ്സിലായാ അതൊക്കെയാണ് പൊളിയുന്നത് ഇവന്മാര് പണ്ണി അടിക്കാനായിട്ടില്ല ഇവൻ ഏതാ നമ്മളെ അതാ അത് ഏത് ഗെയിമിനും വരാൻ പറ അല്ലേ അങ്ങനെയൊന്നും വിളിക്കല്ലേ അങ്ങനത്തെ ഗെയിം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഫ്രീ ഫയർ ഇനിയുള്ളവന്മാർ എന്താ ഞാൻ പറഞ്ഞു തരാടാ ഇനിയുള്ളവന്മാര് പോച്ചക്കകത്തും മരത്തിന്റെ ബാക്കിലും ഒരാള് ഡൗൺ ആവാൻ അടിക്കണം അതെ ഞാൻ പറയട്ടെ എല്ലാരോടും ചാടി കേറി പോയി ആദ്യമേ ഇടിച്ചു കൊല്ലല്ലേ നമ്മളിനി ആരും ഡൗൺ ആവാൻ അടിക്കണം ടാർഗറ്റ് മനസ്സിലായോ ഇടിച്ചൊന്നും കൊല്ലണ്ട അത് അവസാനത്തെ മാത്രമാണ് മനസ്സിലായത് അതായത് ഇപ്പൊ ഒരു 4-5 പേര് കാണും അവര് അപ്പൊ അവന്മാരെ അടിച്ചിട്ട് അവസാനത്തെ ടാർഗറ്റ് അങ്ങനെ ചെയ്യാവൂ ആദ്യമേ ഇടിക്കാൻ പോണ്ട എടാ ഞാൻ കാര്യം പറയട്ടെ TJയുടെ ഒരു കാര്യം പറയട്ടെ സത്തവൻ അടിച്ചതിന്റെ ന്യായമാണ് ഇപ്പം അവന്മാർ പറഞ്ഞോണ്ടിരിക്കണേ മനസ്സിലായില്ലേ ചത്തവനെ അതായത് ചത്തവനെ അടിച്ച ഇവരിപ്പം പലവട്ടുള്ള ഒരാളെ അതായത് കളിക്കാൻ പിന്നെ കുഴപ്പമില്ല അവന്മാര് പറയണേല് ഓക്കെ സ്ട്രോങ് പോയിന്റ് ആണത് ഇതിപ്പോ ചത്തവനെ അതായത് അടിച്ച് ചത്തവൻ സ്പോൺ ആയവനെ കൊന്നതിന്റെ കാര്യമാണ് പറയണേ ആണവില്ലടാ ഇതിലും ഭേദം അല്ല അൺഇൻസ്റ്റാൾ ആക്കിട്ട് സാമ്പിൾ പോയി കളി അല്ല നീല 48 മണിക്കൂറും മറ്റേ TDM-നകത്ത് ഊമ്പിക്കൊണ്ടിരിക്കുന്നവനൊക്കെ എന്റെ അടുത്ത് എയിം ഡിഫിന്റെ കാര്യം പറഞ്ഞായിരുന്നു എയിം എന്തുവാന്ന് ഞാൻ ഇന്ന് എന്റെ POV കാണിച്ചു കൊടുക്കാവേ പൊലയാടിക്കൊക്കെ ആണ്ടിലൊരിക്കൽ കയറുന്ന എന്റെ എയിം എന്താന്ന് ഈ പൊലയാടിക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്ട്രീം ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ പ്രിയവാറിന്റെയും ഇതിന്റെ POV ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം അവന്റെ ഒക്കെ വായിക്കാത്തോട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കഴിയട്ടെ പറഞ്ഞു ബ്രോ ഒന്ന് ഇറങ്ങി എന്റെ കൂടെ നീ മാത്രം ഇതെന്താ ഇതെന്നെ കൊണ്ടുപോകാനാണേ കണ്ടേ ഞാൻ അത് കൊടുക്കാം നമുക്ക് എല്ലാം വഴി പിതുക്കെ കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് തീർത്ത് ശരിയായില്ലല്ലോ തീർക്കുമ്പം എണ്ണി തീർക്കണം എന്നാലേ ആ ഒരു റിവെഞ്ചിനൊരു മധുരം ഭയങ്കര കരച്ചിലടാ കിടന്ന് നീ കരച്ചിലേക്കാൻ വയ്യടാ നീ ഇറങ്ങിക്കൊടു നീ ചന്ദ്രനെ കൂടെ വീശി വെയിറ്റ് ചെയ്യും ഞങ്ങൾ അങ്ങോട്ട് വരാം നിങ്ങള് 988 ആദ്യം റിപ്പയർ ചെയ്തിട്ട് വാ റിപ്പയർ ചെയ്തോ എല്ലാ വണ്ടി റിപ്പയർ ചെയ്യും കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയടാ നീല വാർ ഹോൾഡ് ഇട്ടിട്ട് ആ ചത്തവനെ ഒന്നുകൂടെ കൊന്നതിന് അതിനിരുന്ന് കരയുന്നടാ ക്ലാസ് അപ്പിക്കണ്ടികള് സത്യം എടാ ഇതൊന്നും നിങ്ങള് ഗ്രോ ആവത്തേടാ സീരിയസ് ആയിട്ടാ കുറച്ചൊക്കെ നമ്മള് ഈ ഗെയിമിനെ കുറച്ചുകൂടി ഇതായിട്ട് കാണണ്ടാ ഒരു ഇതില്ലേ ഇതില് അത് എന്ത് നന്നാവത്തില്ല സീരിയസ് ആയിട്ടാ പറയണ ഇതൊക്കെ ചെറിയ കാര്യമാടാ ഭയങ്കര ചെറിയ കാര്യം ചത്ത ഒരാളെ അടിച്ചതല്ലേ അതിലിപ്പോ നിങ്ങൾ അതിലൊക്കെ ഈ ലൂപ്പ് കണ്ടുപിടിച്ചിട്ട് ഇതാക്കാൻ തുടങ്ങി എങ്ങനെയാ ചത്ത ആളാണ് അടിച്ചത് പേടിയുണ്ടോ സീരിയസ് ആയിട്ട് അത് 1v4 എടുക്കുന്നുള്ള പേടിയുണ്ട് ഒരുമിച്ച് വണ്ടിക്കകത്തിരുത്തിയിട്ട് സ്റ്റീവിനെ മാത്രം ഇറക്കി വിടാൻ അല്ല ഒരിക്കലും ആ വീഡിയോ ഉണ്ടല്ലോ ഗൈസ് അത് ഇത്രയും നാള് RP അല്ലെങ്കിൽ GTA കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മനസ്സിലാവും അത് ഒരിക്കലും അത് പർപ്പസ്ഫുള്ളി ഒരാളെ ഇന്റൻഷനലി ഇടിച്ച് കൊല്ലാനുള്ള ആ പിറ്റിംഗ് അല്ലായിരുന്നു അവൻ ഇടിക്കുന്നതും ഡോർ തുറക്കുന്നതും സെയിം ടൈമിലാണ് അതായത് കൊമ്പൻ ജസ്റ്റ് ഡോർ ഇങ്ങനെ തുറക്കുന്നതും ഇവൻ വണ്ടി പിറ്റുന്നതും സെയിം ടൈമിലാണ് മനസ്സിലായില്ലേ ശരിക്കും നമ്മളാണിപ്പം അവര് പറയുന്ന പോലെ കേട്ട് ഇതാക്കി നമ്മളെ ഡിസഡ്വാൻറ്റേജിലാണ് നമ്മൾ കളിക്കുന്നത് ഡിസഡ്വാൻറ്റേജ് അല്ല എന്നാലും നമ്മളാണ്
ഇതാക്കി കളിക്കണത്. നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ശരിക്കും നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ നാളെ വരാൻ പോണത് നേരെ തിരിച്ചാണ് വൈകു. നാളെ 8 മണിക്ക് ലൈവ് വന്നിട്ട് നാളെ വരെ വീഡിയോ ഒന്നും പറഞ്ഞോണ്ട് എന്തൊരു വീഡിയോ ഇതൊക്കെ പറഞ്ഞു വരും. ഇവരെ എടാ ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം എടാ പറഞ്ഞേക്ക്, നമ്മൾ അടിച്ചിപ്പോ ഇട്ട് കഴിഞ്ഞാലും തെറി വിളിക്കരുത്. കാരണം നമുക്ക് ബാൻ മേടിച്ച് ഇനി സമയം വേസ്റ്റ് ചെയ്യരുത്. മനസ്സിലായോ? നമ്മൾ ഭയങ്കര ഡിലേയാണ്. പിന്നെ മേടിക്കരുത്. നമുക്ക് ഇനിയും പരിപാടികളുണ്ട് കുറെ. ഞാന് വരുമ്പോഴത്തേക്ക് ഒരു 5 തലയായിട്ട് വരുമോ നിസ്സാർക്കെ അടുത്ത് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മരിച്ചു. പക്ഷെ അത് ഇമാജിനറി അത് ഇന്നത്തെ ആഡ് ചെയ്തിട്ട് ഒരു 5 തല കൊണ്ടൊന്നും ആരും തരുന്ന എന്റെ അടുത്ത് തരുന്നതായിട്ട്. എന്ത് തല വേണ്ട ആൾക്കാരെ തല ടീച്ചറ് എടാ വിഷ്ണു അതെന്തൊരു ഡയലോഗ്, അത് കൊള്ളാം. ഇരുട്ടിലെ കീറി മുറിക്കാൻ ഒരു വെട്ടം മതി, അതെന്റെ കണ്ണിലെ കനലായാലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആയാലും. അവൻ എങ്ങോട്ടാ കൊണ്ടുപോവാണേ? ഒന്ന് സ്ലോലി കളിച്ചടാ. അവൻ എങ്ങോട്ടാ കൊണ്ടുപോവാ? എടാ ഇതിന്റെ മണ്ടയ്ക്ക് കയറാ. ഇതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറിപ്പോടാ ഒരാള്. അതിന്റെ മണ്ടയ്ക്ക് ഒരു ക്യാമ്പ് വരും. എവിടെ? എടാ അവൻ വെയിറ്റ് കൊണ്ടുപോവാ. വെയിറ്റ് കൊണ്ടുപോവാ. ആ 2 വണ്ടി വാ. വാ ഇടിച്ച് കയറ്റാവനെ. അടിച്ചു കൊല്ല്. എന്താ വില കൊടുത്ത് നമുക്ക് ജയിക്കണമെന്ന്? എന്താ അയ്യോ എന്താ ദൈവം. അടിക്കരുത്. എന്താ നിനക്ക്? എന്താ നീ ആരെ പണച്ചത്? എന്റെ ഐജന്റെ ഐജിൽ പോപ്സ് ആണോ? എവിടാ ഐജന്റെ എവിടെയാ? നീ നിന്റെ ഐജന്റെ എവിടെയാ? പൂപ്സ് തീട്ടുന്ന വിളി കൊണക്കട്ടെ. ചേട്ടത്തരവിളിയിൽ അയ്യോ കഴിവില്ലാത്ത പട്ടി. എത്ര വിളിക്ക് അത് പോരെ. അറിയായിരുന്നു എന്റെ കയ്യിൽ വിഷയം എന്തേലും. ഞാൻ ഇട്ടു ന്യൂ ഇയർ ലെവൽ. കൊമ്പന് ഇട്ടിട്ട് പോടി. അത്രേ ഉള്ളൂ. 2 ദിവസം വരെ ഉണ്ടാവുള്ളൂ. 2 ദിവസം വരെ പാവങ്ങൾ അതിനകത്തോട്ട് കുത്തി കയറ്റി. കൊമ്പന ഡയലോഗ് കേട്ടോ. വാസു തൂ ഹോൾഡ് ഓൺ പോയി ആദ്യം നേരെ കളിക്ക് പഠിക്കുവാണമേന്ന്. കുത്തിയനൊക്കെ ഒറ്റ ഇറക്കയാളെ. ആഘോഷിക്കട്ടെ. എടാ ഇന്ന് ആഘോഷിക്കണം. ഇന്ന് ആഘോഷരാം. സിറ്റി വാ, ലെറ്റ്സ് ഗോ. കൊടുത്തില്ലേ? വാസു തൂ ഹോൾഡ് ഓൺ പോയി ആദ്യം എന്താ പറഞ്ഞു?
അപ്പൊ കളി പഠിക്കും. ആ കൊടു അച്ഛനെ പോയി പഠിക്കണം പട്ടി പൊലയാടിയുടെ മോനെ. ഞാൻ കളിച്ചോണ്ടെ ഞാൻ പിക്കെടുത്തിട്ടുണ്ടോ വാണപ്പട്ടി. നിന്റെ വീട്ട് ഊമ്പി വീണില്ലടാ. വീശി വന്നടാ. ആ ഒരു ഞാൻ പറഞ്ഞ മാതിരി അവന് നെറ്റിപ്പട്ടം കിട്ടില്ല, അതുകൊണ്ടാണ് കളി തോറ്റത്. അവര് ജയിച്ചാലും ഇത് തന്നെ തോറ്റാലും കൂടെ തന്നെ. ഇവന്റെയൊക്കെ നിർത്തി തരാം പന്ന. എന്റെ സൈഡിൽ നിന്ന് ഒരു ഇതും പ്രതീക്ഷിക്കരുത് മയിരി. ഞാൻ വേറെ ഒരാളെടുത്ത് ഞാൻ ഇങ്ങനെ ഇതായിട്ടില്ല. ഞാൻ ഇപ്പോഴും സ്ക്രീൻ ഇതായിട്ടിരിക്കണേ. എന്റെ സ്ക്രീനാണോ? ലൈവാണോ? ഇത് കണ്ട, ഞാൻ ഒന്നുമില്ലെങ്കിൽ സിറ്റിക്കകത്ത പറയണേ. ഇവനെ പോലത്തെ തന്തയില്ലാത്ത പട്ടികൾ കളിക്കുന്നവൻ അഖിൽ ജോഡ് ഹാഷ്ടാഗ് കൊട്ടയം അവന്റെ തന്തയുടെ പറിക്കകത്ത് ആൾക്കാരെ കൊണ്ട് സ്പാം ചെയ്യിപ്പിക്കുക. സ്പാം ചെയ്യിപ്പിക്കാൻ നിന്റെ വിട്ട് 1-2 പേരെ വെച്ചല്ല 10,000-15,000 പേരെ വെച്ച് സ്പാം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് ഈ ഇവിടെ അടുത്തത് ഇത് കണ്ട ഇമ്പോർട്ടർ. ഞാൻ ഇവരെല്ലാം കാശ് കൊടുത്ത് മേടിച്ചു തന്ന്. നിന്റെ തന്തര എന്നാണ് ഞാൻ മേടിച്ച. നീയൊക്കെ പിന്നെ എവിടെയാണ് വന്ന ഫ്രീ ഫയർ വാണങ്ങളെ? എടാ പലയിടത്തുനിന്ന് നക്കി ഞങ്ങളുടെ സെർവറിൽ കയറി വന്നിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സെർവറിൽ നക്കി കയറി വന്നിട്ട് നീയൊക്കെ ഇരുന്ന് ഓസിയിലിരുന്ന് എന്നെ അങ്ങ് അവരാധിക്കുന്നോടാ. നീയൊക്കെ എത്ര നാളുണ്ട് ഉണ്ടാക്കണം? ഞാൻ കുറെ നാളാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ. നിന്റെയൊക്കെ ഓസിയിലുള്ള ഹാഷ്ടാഗ് കൊട്ട. ഞാൻ പറയുന്നെങ്കിൽ ഗെയിമിനകത്താണ് പരിന്തോസ് ക്യാരക്ടറാണ് സംസാരിക്കുന്നത്. ഞാൻ ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് നിന്നെ ഒന്നും അബ്യൂസ് ചെയ്യുന്നില്ല. നീയൊക്കെ വെളിയിലിരുന്ന് അവരാധിക്കുന്നു. നീയല്ല നിന്റെ തന്തയെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഇതിനകത്ത് വന്നാൽ പോലും നിനക്കൊന്നും TV അടിക്കാൻ പറ്റില്ല. നീയൊക്കെ എന്താ പറഞ്ഞ കാശിന് വേണ്ടി നക്കി നിൽക്കുന്നവന്മാരാണെന്നോ? എന്റെ ലൈഫിൽ ഏറ്റവും ഉണ്ടാവണ്ടേ ഞാൻ ഇത്രയും ദിവസമായിട്ട് ലൈവ് വരാത്തത് പോലും അതുകൊണ്ടാണ്. എന്റെ ഏറ്റവും ശോക സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം എന്റെ പിള്ളേർ എന്റെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വാർ അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാണ്. നിന്റെയൊക്കെ പോലെ ഹാക്ക് ഇട്ട് നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് മാസാക്കി പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത്രയും ട്രിഗർ ആയിട്ടില്ല ഞാൻ വേറെ ഒന്നിലും ഇതിനകത്ത്. ഈ ഇടയായിട്ട് ഞാൻ ഒന്നിലും ട്രിഗർ ആയിട്ടില്ല. ഞാനിങ്ങനെ ഇവന്മാരൊക്കെ ലൈവ് ഇട്ടങ്ങ് അവരാധിക്കുന്ന ഒരു പ്രീ വാർ ജയിച്ചപ്പോഴത്തേക്കിന് നീ പോയി നിന്റെ കൊമ്പന്റെ അണ്ടി എടുത്തിട്ട് അവരെയും കൂടി ഒന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലും കമന്റ് സെക്ഷനിലും ഇട്ട് അവരാധിക്കുന്നോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് കൊറേ ആയി ഇതിനകത്ത്. ജിപ്സി പോയി അപ്പി പോയെന്ന് ഇങ്ങനത്തെ ഉളുപ്പിൽ തോറ്റിട്ട് ഇരുന്ന് ഇത് നോക്കടാ. എങ്ങനെ പറ്റണടാ ഇവന്മാരെയും കൊണ്ട് എങ്ങനെ പറ്റണ്? അങ്ങനെ ഇട്ടിട്ട് പോടാ പുണ്ടച്ചി മോനെ. ഹോൾ ഡൗൺ ഇട്ടിട്ട് പോനീ പന്ന പൊലയാടികള്. എനിക്ക് ഇത് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഊമ്പനായി പോളിയാ. ഞാൻ അതുകൊണ്ട് എനിക്ക് പറയണം. എന്നിട്ട് ഇവന്മാർ ഇന്നലെ എന്റെ ഈ എയിമിന്റെ കാര്യം പറഞ്ഞായിരുന്നടാ. ഇരുന്ന് ചിരിച്ചായിരുന്നടാ. എത്ര പിക്കൊണ്ടാ തായോളികളാ നിനക്കൊക്കെ? നീ ഇരുന്ന് പറഞ്ഞു നിന്റെ എത്ര പിക്കൊണ്ട്? നിന്റെ ലീഡർ കൊണ്ട് 24 മണിക്കൂറേ 24 മണിക്കൂർ ജിഡിയും കളിക്കുന്നവന്മാരാ. 15 പേര് നിന്നടിച്ചിട്ട് ഒരാളാണ്. ആ പട്ടം പറത്തുന്നതാണോ കൊണയടിക്കുന്നത് ആ ജിപ്സി? എല്ലാം അടിക്കുവേ അവസാനം മറ്റേ ഗ്യാഗോസിൽ പോയി കയറുന്ന തായോളിയാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, അവരുണ്ടാക്കി വെച്ച 16 കണ്ടന്റ് ആരിറക്കും? തന്തയില്ലാത്തവന്മാര് ഞങ്ങളുടെ വണ്ടി മേടിച്ചിട്ട് കൊമ്പന്റെ ഒരു 5-ാം കാല് ഫ്രണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഗാർബേജ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കണം. നീ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ടോയ് കാർ ഉണ്ടായിട്ട് എന്താ നീ അടിക്കാൻ ഞങ്ങളെ? നിന്റെയൊക്കെ ട്രോളിൽ നീയൊക്കെ ഇന്നലെ അവരാധിക്കുന്നുണ്ടല്ലോ നിന്റെയൊക്കെ ടോയ് കാർ. എടാ ടോയ് കാർ
കാരണം എത്ര പറഞ്ഞാലും നാളെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ വന്നിരുന്നവര് അധികം അത്ര എളുപ്പമില്ലാത്ത തീരുമാനം. റിപ്ലൈ അമ്മര് തോറ്റമാരാ. അടുത്ത ഇനി എങ്ങോട്ടാ? എടാ എങ്ങോട്ട് പോയാലും ഹാക്ക് ഇട്ട് ഊമ്പി കളിച്ചവനെ ഒന്നും തിരിച്ചു കയറ്റി കളിപ്പിക്കേണ്ട ഗതികേട് ടിവിക്ക് വന്നിട്ടില്ലടാ. പിഒവിയുള്ള മൊത്തം അവന്മാരുടെയും ഇത് കൊടുക്കണടാ ഇതിനകത്ത്. ഈ കഴിഞ്ഞ വട്ടം ഞാൻ വെറുതെ വിട്ടതാണ്. ഈ പുണ്ടച്ചികളുണ്ടല്ലോ എല്ലാ അവന്മാരെ അപരാധിച്ചിട്ട് വിട്ടാൽ മതി. ഇനി ഇതിനകത്ത് ഞാൻ കളിക്കാൻ ഇവന്മാരൊക്കെ മനംനൊന്ന് കളിക്കരുത്, മനസ്സിലായി? മനംനൊന്ന് ഇവന്മാർ കളിക്കരുത് ഇതിനകത്ത്. അതുപോലെ ഒരു സാധനം കൊടുത്തിട്ട് വിട്ടാ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ കൊമ്പന്റെ സീനൊക്കെ എടാ ഈകളെ ഞാനൊരു കാര്യം പറട്ടെ ഈകളെ, ഇപ്പൊ നീ പറഞ്ഞ എന്റെ 10 ഇരട്ടി അവന്മാരെല്ലാം ഇൻ കേസ് ജയിച്ചായിരുന്നെങ്കിൽ അവന്മാര് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പുറം പറയും. അതുകൊണ്ട് ഇത്ര ഞാൻ പറഞ്ഞ ആളിയാ. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇന്നലെ അത് അവന്മാര് ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇന്നുകൊണ്ട് പറഞ്ഞ് നിർത്തൂല, ഒരു 4 ദിവസം പറയും. ഒരു കാര്യം പറയണ്ട. എടാ ടിജിയുടെ ഒരു 4 വണ്ടി ഇവിടെ ഇരിപ്പുണ്ടേടാ. അതിന്റെ ഹെഡ്ലൈറ്റ് ഊരി ആ കൊമ്പം പുണ്ടച്ചിയുടെ അണ്ടിയിലോട്ടൊന്നും മീറ്റിംഗിൽ കുറച്ച് ഓർമ്മയുണ്ടോ? തലയിൽ കൊമ്പുള്ളല്ലേ? ഡയലോഗ് ഉണ്ട് കാണിച്ചു. ഡൊമിനിക് ദിൽമാൻ അല്ല, ഡൊമിനിക് ഡിൽഡോ.